ഇവിടെ രമേശ് ചേട്ടൻ, ഞാൻ, വീണ ചേച്ചി, ജീവ ചേട്ടൻ, നമ്മളൊക്കെ ആങ്കറിങ് ഒരു ഫീൽഡിൽ നിൽക്കുന്ന ആളുകളാണ്. അപ്പോ സിനിമ എന്ന് പറയുമ്പോൾ വേറൊരു കാറ്റഗറിയാണ്. ഏതാണ് രമേശ് ചേട്ടൻ എളുപ്പം, ആങ്കറിങ് ചെയ്യാനാണോ അഭിനയിക്കാനാണോ? അപ്പോഴേ ആലോചിച്ച് വേറെ സാധനം പറയും. രണ്ട് സീനേ ഉണ്ടായിരുന്നുള്ളൂ. 2 സീൻ മതിയല്ലോ. ആരുടെ സ്ക്രിപ്റ്റിൽ അഭിനയിക്കുന്നേ? ആരുടെ സ്ക്രിപ്റ്റിൽ? ശ്രീനിവാസൻ. സ്വപ്നങ്ങളിൽ മമ്മൂക്ക എത്ര ഉണ്ട്? എത്രയുണ്ട് ചേട്ടാ? ഒരു സീൻ കടത്തുകാരൻ. പറയൂ ചേച്ചി, എങ്ങനെയുണ്ടായിരുന്നു? മമ്മൂക്കയും തുടങ്ങിയത് വളരെ വളരെ തുടക്കകാലത്തല്ല, കുറച്ച് ഗായത്രി വരുമ്പോ സോമട്ടം പുതുമുഖ ആങ്കറിംഗ് ആണോ എളുപ്പമായിട്ട് തോന്നി? അഭിനയം ഭയങ്കര എളുപ്പമായിരുന്നു. പാട് ഫുൾ ചുറ്റുള്ളവർക്കാണ്. ആങ്കറിംഗ് ശരിക്കും പാടാണ്. ആടാ, നല്ല ബുദ്ധിമുട്ടല്ലേ? നമുക്കിങ്ങനെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്ന ആൾക്കാരെ ഇംപ്രസ് ചെയ്യണം. ക്വസ്റ്റ്യന് ബുദ്ധിമുട്ടോ? ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഏതെങ്കിലും വിഷയം സംസാരിച്ചോണ്ടിരിക്കുന്നത് ആ കേസ് ഒന്ന് രമേശ് ചേട്ടൻ സംസാരിച്ചു തുടങ്ങും. പക്ഷെ ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇത് ആ ഇന്റർവ്യൂല് എണ്ണിക്കോ മിനിമം ഒരു 10 എണ്ണാൻ വേണ്ടി ഇവരുടെ ചാനൽ ഇവിടെ കാണുന്നില്ലല്ലോ. ഒരു വ്യൂ ശത്രുക്കളല്ലല്ലോ. ഈ പാപ്പരാസികളെ കൊണ്ട് നമ്മൾ തോറ്റു. ഇല്ല, അത് വെറുതെ.